എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മുടെ മറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ രണ്ടാം ഭാഗമാണ്. എത്രാമത്തെ ഭാഗമാണ്? 2. അപ്പോൾ ഒന്നാം ഭാഗം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് തുടർച്ചയായിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇതും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്, മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസെ മാത്രമേ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കോളൂ. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 12, 23, 34. ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് 12, 23, 34. അതിൽ വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ 10ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഈ സമാന്തര ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്? 10ാമത്തെ. നോക്കിക്കോളൂ. ഈസ് 1111 എ ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിൻ്റെ ഒരു പദമാണോ ഒരു ടേമാണോ ഏത്? 1111. ഇതിലൊരു ടേമാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. വൈ എന്തുകൊണ്ട്, അതിൻ്റെ റീസൺ കൂടെ നമ്മൾ എഴുതണം. എല്ലാ പബ്ലിക് എക്സാമിനേഷനും ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക, ഓർത്ത് വയ്ക്കുക. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 12, 23, 34. 23, 34. ഇതാണ് അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം, നമ്പർ ടേംസ് അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടേം, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് ഡി, നമ്പർ ടേംസ് എന്താണ് എൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എയും എന്നും ഡിയും. അപ്പോൾ നമുക്ക് ഓർത്ത് വയ്ക്കുക. ഓർക്കാൻ എളുപ്പമായിട്ടുള്ളൊരു കാര്യം എന്താണ്? AND. എന്താണ്? ആൻഡ് എന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. AND, ആൻഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈ 3 സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ടേം, നമ്പർ ടേംസ്, കോമൺ ഡിഫറൻസ്. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിലുള്ള അരിത്മെറ്റിക് സീക്വൻസിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടേം എന്താണ്? 12, സെക്കൻഡ് ടേം 23, തേർഡ് ടേം എന്താണ്? 34. ഇതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കേണ്ട വാട്ട് ഈസ് ദ 10th ടേം. 10th ടേം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഇപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം. 5th ടേം എന്ന് പറഞ്ഞാൽ A+4D, 4D. ഓർത്ത് വയ്ക്കുക. 5ാമത്തെ പദം പഠിക്കുക, ഇപ്പം തന്നെ പഠിക്കുക. 5ാമത്തെ പദം A+4D. കട പഠിച്ചോളൂ. 5ാമത്തെ പദം 5th ടേം എന്താണ്? A+4D. തേർഡ് ടേം A+2D. എന്ത് മനസ്സിലാക്കുന്നു? തേർഡ് എന്ന് പറയുമ്പോൾ 2D എന്ന് പറയുക. അപ്പോൾ 4th ടേം 3D. പിന്നെ 5th ടേം എന്താണ്? 4D. മനസ്സിലായത്? എയും കൂടെ ചേർത്ത്, ഫസ്റ്റ് ടേം കൂടെ ചേർത്ത് പറയുക. അപ്പോൾ 15th ടേം A+14D, 25th ടേം A+24D. കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഓർത്ത് വയ്ക്കുക. ഇതേ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 10th ടേം എന്താണ്? A+90. 12th ടേം A+11D. അപ്പോൾ 100th ടേം അല്ലേ? A+99D. ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ 10th ടേം. 10th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. 10th ടേം. അപ്പോൾ എക്സ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? എ ഉണ്ടല്ലേ. എ എത്ര പറഞ്ഞിരിക്കുന്നു? 12 അല്ലേ. എ എത്ര? 12 ഉണ്ട്. പിന്നെ കോമൺ ഡിഫറൻസ്, നമ്പർ ഓഫ് ടേംസ് ഇതിനകത്ത് വേണ്ട കേട്ടോ. ഇനി അടുത്ത് എന്താ? ഡി, കോമൺ ഡിഫറൻസ് ഡി ഉണ്ട്. ഡി എത്ര? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. സെക്കൻഡ് ടേം എന്താണ്? 23 മൈനസ് ഫസ്റ്റ് ടേം എന്താണ്? 12. അപ്പോൾ 23 12 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 11 അല്ലേ. കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? 12. കോമൺ ഡിഫറൻസ് എന്താണ്? 11. കോമൺ ഡിഫറൻസ് കാണുന്നതിന് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ടൈമിൽ നിന്ന് ഏത് ചെയ്യുക? ഫസ്റ്റ് മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ തേർഡ് ടൈമിൽ നിന്ന് ഏത് മൈനസ് ചെയ്യുക? സെക്കൻഡ് ടേം മൈനസ് ചെയ്യുക. അപ്പോൾ കോമൺ ഡിഫറൻസ് = 23 മൈനസ് 12. അപ്പോൾ ആൻസർ 11. ഇനി ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് ദ 10th ടേം. 10th ടേം. അപ്പോൾ അതിനെന്താ പറയുക? എക്സ് അത്ര 10 അല്ലേ. 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? A+ പറയൂ. എന്താണ്? A+9D. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ പറയേണ്ടത്? A+9D. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X10 അല്ലേ. അപ്പോൾ A+9D. ഇനി നമുക്ക് സിമ്പിൾ അല്ലേ. എ ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു? 12 കണ്ടോ. +2 9 × D ആണ്. 9 × D. D ഇവിടെ എത്ര? 11 ഉണ്ടല്ലോ.
12 പ്ലസ് 9 ഇൻറ്റു 11 എത്രയാണ് 99. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര അതിൻ്റെ സം കണ്ടുപിടിക്കുക. 99 പ്ലസ് എന്താണ് 12 എത്ര 11. ഇതാണ് ആൻസർ. കേട്ടല്ലോ, കണ്ടോ, വളരെ എളുപ്പമാണ് കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. ഓർത്ത് വയ്ക്കേണ്ടത് എയും എന്നും ഡിയും. എ എന്താണ് ഫസ്റ്റും, എന്നതാണ് നമ്പർ ഓഫ് ടൈംസ്, ഡി എന്താണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ എ ഡി ഇത്തിരി കാര്യങ്ങളാണ് നമുക്ക് വേണ്ടുന്ന പോയിന്റ്സ്. അപ്പോൾ അതിൽ എയും നമുക്കിവിടെ നമ്പർ ഓഫ് ടൈംസ് വേണ്ട, എന്ന് വേണ്ട. കണ്ടുപിടിക്കേണ്ട 10th ടേം ആയിരുന്നു, അതുകൊണ്ട് എ പ്ലസ് 90 എയും ഡിയും മതി. മനസ്സിലായല്ലോ? അപ്പോൾ കണ്ടുപിടിച്ചു ഇത്തിരി കാര്യം മനസ്സിലായല്ലോ. അപ്പം എക്സ് 5 ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. നമ്മൾ എഴുതിയാൽ ഇവിടെ എ പ്ലസ് 4d. എക്സ് 11 ആണെങ്കിൽ എ പ്ലസ് 10d എന്ന് പറയരുത്. എന്താണ് എ പ്ലസ് 10d. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു 11. അപ്പോൾ ആൻസർ ആയിക്കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നല്ല ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത് വരുന്നത്, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് 1111 എ ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിലെ ഒരു ടേം ആണോ ഏത്? 1 അല്ലേ 1111. മനസ്സിലായല്ലോ? 1111 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എക്സ് എൻ ഇസ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി തന്നെയാണ്. എന്താണ് എക്സ് എൻ അല്ലേ? nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ് അല്ലേ? എക്സ് എൻ. ഈ സാധനത്തെ തിരിച്ചിടണം കേട്ടോ. അപ്പോൾ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഡി ഈസ് ഈക്വൽ ടു എക്സ് എൻ. എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 1111. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 12. എ എത്ര? 12 ഇട്ടു. പ്ലസ് എൻ അറിഞ്ഞുകൂടാ, അവിടെ എൻ ഇട്ടു, എൻ 1 എഴുതി. ഇനി ഡി കോമൺ ഡിഫറൻസ് എത്രയാണ്? ഡി ഇവിടെ എത്രയാണ്? ഡി കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ നേരത്തെ മൈനസ് ചെയ്തു അല്ലേ? 23 മൈനസ് 12 ഈസ് ഈക്വൽ ടു 11 ആണ് കോമൺ ഡിഫറൻസ്. അതവിടെ എഴുതി. ഈസ് ഈക്വൽ ടു 1111. ഈ സാധനങ്ങൾ അതുപോലെ തുള്ളി പറക്കി വെച്ചു. അത്രയും ഞാൻ ചെയ്തോളൂ. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 12 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ്. അതായത് ഈ 11 കൊണ്ട് ബ്രാക്കിനകത്തുള്ള രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 11 ഇൻറ്റു എൻ എന്താണ്? 11n. 11 ഇൻറ്റു മൈനസ് 1 എന്താണ്? മൈനസ് 11 ഈസ് ഈക്വൽ ടു 1111. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ 11n നമ്മൾ താഴോട്ട് ഇറക്കിയിട്ട് പ്ലസ് 12 മൈനസ് 11 പ്ലസ് മൈനസ് ഡിഫറൻറ്റ് സൈൻസ് വന്നാൽ എന്ത് കാണുക? ഡിഫറൻസ് കാണുക. അപ്പോൾ 12 11 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 1 കിട്ടും അല്ലേ? അപ്പോൾ 12ഉം 11 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1. എന്നിട്ട് ഗ്രേറ്റർ സൈൻ. ഇതിൽ ഏതാണ് വലുത്? 12 ആണോ 11 ആണോ വലുത്? 12. 12ൻ്റെ സൈൻ ഏതാണ്? പ്ലസ്. അത് പോസിറ്റീവ് നമ്പറാണ്, ഇത് നെഗറ്റീവ് നമ്പർ. അപ്പോൾ പ്ലസ് 1 ആണ് അവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ 11n പ്ലസ് 1 ഈസ് ഈക്വൽ ടു എത്ര? 1111. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ 11n നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. 11n താഴോട്ട് ഇറക്കി എഴുതി ഈസ് ഈക്വൽ ടു വേരിയബിളുള്ളതിനെ നമുക്ക് ഇപ്പുറത്തോട്ടിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം അപ്പുറത്തോട്ട് പോകുക. 111 എഴുതിയിട്ട് ഇപ്പുറത്തോട്ട് പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് 1. പ്ലസ് 1 ഈക്വൽസ് തന്നെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവുന്നു? മൈനസ് 1. ഇനി 11n ഇസ് ഈക്വൽ ടു 111 നിന്ന് 1 മൈനസ് ചെയ്താൽ അല്ല 1111 നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രട്ടും? 1110. മനസ്സിലായല്ലോ? മക്കിയാണ്. Therefore n is equal to 1110 divided by എത്ര? 11. അതായത് 11 ഇൻറ്റു n ആണ് എത്ര? 1110 എന്ന് പറയുന്നത്. 1110 എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പം അതിൽ നിന്ന് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ ആൻസറാണ് ഇത് അല്ലേ? 11നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് n കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്യും. എന്താണ്? 1110നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1110നെ 11 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ഓക്കെ, അവിടെ കൂടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ ആൻസർ എന്തായാലും കിട്ടില്ല. കിട്ടാതെ വരുന്നതോടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1110 ഇതാണ്. 1110 ഈസ് നോട്ട് എക്സാക്ട്ലി divisible
ബൈ എത്രയാണ് 11. ഹെൻസ് ഏതാണ് ടേം ഏതായിരുന്നു? 1111 ഈസ് നോട്ട് എ ടേം ഓഫ് ദ സീക്വൻസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് 11n = അല്ലേ, നമ്മൾ കണ്ടുപിടിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഇവിടെ എന്തായിരുന്നു? 11n പ്ലസ് 1 = 1111. അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതി? 11n = 1111 മൈനസ് പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറി? -1. ഇനി 11n = ഇതിന് ഡിഫറൻസ് കണ്ടു, അപ്പോൾ എഴുതി. ഇനി n = ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? 1110നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് എന്തല്ല, എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല. എത്ര കൊണ്ട്? ബൈ എത്രയാണ്? 11. അതുകൊണ്ട് ഇതെന്തല്ല, ഈ തന്നിരിക്കുന്ന ടേംസ് ഈ സീക്വൻസിൽ ഒരു ടേം അല്ല. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. ഈ ക്വസ്റ്റ്യൻ ഇതാണ്: ദ 25th term of an arithmetic sequence is 140 and the 27th term is 166. ഒരു സമാന്തര ശ്രേണിയുടെ 25ാമത് 140 അതിൻ്റെ 27ാമത് 166. അങ്ങനെയായാൽ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? അപ്പോൾ അതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പൊതുവ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഡിഫറൻസ് ഡി കാണണം. പിന്നെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ 35th term? അതിൻ്റെ 35ാമതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയുടെ 25ാമത് 140 27ാമത് 166. അതിൻ്റെ പൊതുവ്യത്യാസം എന്ത്? അതിൻ്റെ 35ാമത്തെ പദം കാണുക. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എഴുതാം. ഇവിടെ നോക്കാം. അപ്പോൾ 25th term എന്ന് പറയുമ്പോൾ എന്താ പറയേണ്ടത്? a + 24d. a + a + 24d d = 140 140. അപ്പോൾ a + 24d ആണ് എത്ര? 140. ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? 27th term is 166. അതിൻ്റെ 27ാം പദം 26 അല്ലേ? 26 d = 166. രണ്ടിങ്ങനെ എഴുതി വെച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സൈനുകൾ നമ്മൾ മാറ്റണം അല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് +a ഇത് -+a. അപ്പോൾ +a എന്താകുമ്പോൾ രണ്ട് പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്ലേസ് വാല്യൂസ് അപ്പോൾ +1 +1. അപ്പോൾ ഒരു എയും എത്ര? 2a. അതുപോലെ തന്നെ ഈ +24d +26d കൂടെ വരുമ്പോൾ എന്ത് വരും? +50d. അങ്ങനെ വരാൻ പാടില്ല. ഏതെങ്കിലും ഒരു പെയർ, ഒരു ഗ്രൂപ്പ്, ഒരു ജോഡി എന്ത് വരണം? 0 വരണം. ഒന്നിൽ ഇവിടെ വരണം, അല്ലെങ്കിൽ ഇവിടെ വരണം. നമുക്കിവിടെ എന്താക്കാം? തുടക്കം തന്നെ നമുക്കിവിടെ 0 കിട്ടാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈനുകൾ മാറ്റി കൊടുത്താൽ മതി. ചിഹ്നങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാറ്റണം. ചിഹ്നം മാറ്റുമ്പോൾ +a എന്താവുന്നു? -a. അപ്പോൾ ഒരാളുടെ മാത്രം മാറ്റിയാൽ പോരാ. ചിഹ്നം മാറ്റുമ്പോൾ എല്ലാ ടേംസിൻ്റെയും തന്നിരിക്കുന്ന ഈ 3 ടേംസിൻ്റെയും സൈനുകൾ നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ +a -a ഇവിടെ +26d എന്താവുന്നു? -26d. അതുപോലെ +166 എന്താവുന്നു? -166. സൈനുകൾ മാറ്റാം. മൈനസ്. ഓക്കെ, സൈൻ മാറ്റി. ഇനി ഇവിടെ +a - എന്താണ്? 0. ഇനി +24d -26d. അപ്പോൾ പ്ലസും മൈനസും ഡിഫറൻറ്റ് സൈനുകളാണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ എന്ത് കാണുക? വ്യത്യാസം കാണുക. അപ്പോൾ ഡിഫറൻറ്റ് സൈനുകളാണെങ്കിൽ എന്താണ്? അതിൻ്റെ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ 26ൽ നിന്ന് 24 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 അല്ലേ? 2d ആണ്. അപ്പോൾ 26d നിന്ന് 24d മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2d. അതിന് ഗ്രേറ്റർ സൈൻ. ഇത് നമ്മൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്താൽ നമ്മളെന്താ ചെയ്യേണ്ടത്? അതിൽ വലുതിൻ്റെ സൈന് നമ്മൾ നോക്കണം. വലുതിൻ്റെ സൈൻ ഏതാ? 26ൻ്റെ സൈൻ ഏതാണ്? മൈനസ് = അതുപോലെ തന്നെ ഇത് പ്ലസും മൈനസും അല്ലേ? അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണുക. 166 നിന്ന് 140 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 26. വലുതിൻ്റെ സൈൻ മൈനസ്.
-26. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈൻ അപ്പുറം ക്യാൻസൽ ആവും, അതായത് 2 പ്ലസ് ആവും. മനസ്സിലായോ? d = -26 ഡിവൈഡ് ബൈ -2 എന്നാണ്. ഇപ്പോൾ മൈനസും വരുമ്പോൾ പ്ലസ് ആവും. അതിനേക്കാളും നിങ്ങൾ എന്താ പറയേണ്ടത്? അപ്പുറം ഇപ്പോൾ ഒരേ സൈൻ വരുമ്പോൾ എന്താവുന്നു? അവ ക്യാൻസൽ ആവുന്നു എന്ന് പറയും. അപ്പോൾ മൈനസും ക്യാൻസലായി. Therefore d = 26 ഡിവൈഡ് ബൈ 2 = 32. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. കോമൺ ഡിഫറൻസ്, അതിൻ്റെ പൊതുവ്യത്യാസം എത്രയാണ്? കോമൺ ഡിഫറൻസ് ഡി നമുക്ക് എത്ര കിട്ടിക്കഴിഞ്ഞു? 13 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ 35th ടേം? അതിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 35th ടേം ആണ്. അപ്പോൾ 35ാമത് കാണുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിലെന്തൊക്കെ വേണം? 35ാമതും എ പ്ലസ് എത്രയാണ്? 34d ആണ്. അപ്പോൾ എ പ്ലസ് 34d എന്നാണ്. അതിൽ എ ഉണ്ട്, ഡി ഉണ്ട്. നമുക്കിവിടെ എന്ത് മാത്രമേ കിട്ടിയുള്ളൂ? ഡി മാത്രമേ കിട്ടിയുള്ളൂ. ഇതിനടുത്ത് എന്തുകൂടെ കാണണം? എ യുടെ കാണണം. അതിനുവേണ്ടി ഈ ഒന്നാമത്തെ എന്താ പറയുക, ഈ ഇക്വേഷൻ എടുക്കാം. അത് നമ്മൾ എടുത്തു. എ പ്ലസ് എത്രയാണ്? 24d. എ പ്ലസ് 24d = എത്ര? 140. ഇനി എ അതുപോലെ തന്നെ എഴുതി. പ്ലസ് 24 × ഡി. ഡി ഇവിടെ എത്ര കിട്ടി? 13. അതവിടെ കൊടുക്കുക. = 140. ഇനി എ പ്ലസ് 24 × 13 അല്ലേ? = എത്ര? 140 അല്ലേ? ശരിയല്ലേ? ഓക്കെ. പിന്നെ therefore a = 140 പ്ലസ് 312 അപ്പുറത്തുമ്പോൾ എന്താവും? -312. 312 നിന്ന് 140 മൈനസ് ചെയ്യണം. 312 നിന്ന് ഏതാ? 140 മൈനസ് ചെയ്യുക. 2 11 7 4 പോയ എത്ര? 7 1 172. ഇനി നമ്മൾ ചെയ്തത് ഇപ്പോൾ കിട്ടിയ ആൻസർ 172 ആണ്. ഇത് പ്ലസ്, ഇത് മൈനസ് അല്ലേ? അപ്പോൾ വലുതിൻ്റെ സൈനാണ് നമ്മൾ കൊടുക്കേണ്ടത്. 172 എന്ന് പറയുന്നതാണ് -172 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന ഇതാണ്. ഇതിൻ്റെ എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്. ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ പദം എന്ന് പറയുന്നത് ഏതാണ്? ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് -72. അപ്പോൾ ഈ സീക്വൻസ് തുടങ്ങുന്ന ഏതിലാണ്? -172. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? എ കിട്ടി, ഡി കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ 35th ടേം? അതിൻ്റെ 35th ടേം ആണ്. അപ്പോൾ എക്സ് എത്ര? 35. എക്സ് 35 = എന്താ പറയേണ്ടത്? എ പ്ലസ് എക്സ് 35 = എ പ്ലസ് എന്താണ്? 34d. എ പ്ലസ് 34d അല്ലേ? 35ാം പദം എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് എത്രയാണ്? 34d ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 172 പ്ലസ് 34 × d എന്നാണ്. 34 × d. d ഇവിടെ എത്ര? 13. -172 പ്ലസ് 34 × 13. അല്ലേ? 442 അല്ലേ? 442 കിട്ടി. ഇനി ഇവിടെ എന്താണ് പ്രശ്നം? ഇത് -172, ഇതാണ് +442. മൈനസ് പ്ലസ് വന്നാൽ ഈ ഡിഫറൻസ് കാണുക. അപ്പോൾ 442 172 മൈനസ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടിയ ആൻസർ? 270 ആണ് ആൻസർ. എത്രയാണ് ആൻസർ? 270. ഇനി നമ്മൾ നോക്കും അല്ലേ? ഡിഫറൻസ് കണ്ടുകൊണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ സൈൻ നമ്മൾ നോക്കും. ഇതിൽ വലുതിൻ്റെ സൈൻ ഏതാണ്? മൈനസ് ആണോ പ്ലസ് ആണോ? ഇതാണ് വലുത്. വലുതിൻ്റെ സൈൻ ഏതാണ്? പ്ലസ്. പ്ലസ്സായി അവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായല്ലോ? നോക്കിക്കോളൂ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The sum of the first 5 terms of an arithmetic sequence is 45. What is the third term? ഇതിനടുത്ത് ചോദിച്ചിരിക്കുന്നത് the common difference of the sequence is 4. അപ്പോൾ അതിൻ്റെ common difference തന്നിട്ടുണ്ട്. Write the first term of the sequence. Write another arithmetic sequence
ഹാവിംഗ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് 45. ഇവിടെ കോമൺ ഡിഫറൻസ് തന്നിരിക്കുന്നു. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നു, ഇതുപോലെ 45 സം വരുന്ന ഒരു 2 അരിത്തമെറ്റിക് സീക്വൻസ് കൂടെ നമുക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ് അത്ര 45. നേരത്തെ 4ലേക്ക് ഇട്ട് ചെയ്യാൻ പറഞ്ഞു അല്ലേ, n/2 × 2a + n - 1 × d. നമുക്ക് അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നമുക്ക് നോക്കാം, ഒരു എളുപ്പ വഴിയുണ്ട്. ആദ്യത്തെ 5 പദങ്ങളുടെ തുകയാണ്. ഇപ്പോൾ 5 വേണ്ട, 3, 6, 9, 12, എത്ര 50. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും അല്ലേ? 9, 18, 30, 45. ഇതൊരു നമ്മുടെ ഒരു ആൻസർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അവിടെ നിന്നോട്ടെ. എനിക്ക് ഈ 9 കിട്ടണം. ഈ 9 കിട്ടാൻ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? നോക്കിക്കോളൂ, ഈ 3ഉം 15 കൂടെ കൂട്ടും അല്ലേ? അപ്പം 15 പ്ലസ് എത്ര? 15 പ്ലസ് 3. /3 15 പ്ലസ് 3 എത്ര? 18 ബൈ എത്ര? 2 സമം എത്ര? 9. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത്. അങ്ങേറ്റത്തെയും ഇങ്ങേറ്റത്തെയും ടേംസിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പുറം ഇപ്പുറം കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കിട്ടും. ഇനി അടുത്ത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? എത്ര ടേംസ് ഉണ്ട് ഇതിനകത്ത്? എത്ര ടേംസ് ഉണ്ട്? 5 ടേം ഉണ്ട്. 5 ടേംസ് ഉണ്ട് അല്ലേ? എത്ര പദങ്ങളുണ്ട്? 5 പദങ്ങളുണ്ട്. ഈ 5ന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 9 കൊണ്ട്. അപ്പോൾ 9 × 5 ആണ് എത്ര? 45. മനസ്സിലല്ല? അങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? എല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 45 കിട്ടും. നമുക്ക് ആദ്യം അതിൻ്റെ മിഡിൽ ടേം കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? മിഡിൽ ടേം. അപ്പോൾ 45നെ എല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ എത്ര ടേംസ് ഉണ്ട്? എത്ര ടേംസ് ഉണ്ട്? 5 ടേം ഉണ്ട് അല്ലേ? ടോട്ടൽ എത്ര? 45. അപ്പോൾ 45നെ 5 കൊണ്ട് വിട്ടുമ്പോൾ എത്ര കിട്ടും? 9. അപ്പോൾ അത് നടുക്കുള്ള ടേം കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായല്ലോ? മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞു. ഇനി അപ്പുറമൊക്കെ അപ്പുറം 2 കാണും, ഇപ്പുറത്ത് 2 കാണും. ഇനി ഫ്രണ്ടിലോട്ടുള്ള 2 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് 4 പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിച്ചത് എന്താണ്? മിഡിൽ ടേമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേമാണ്? x3 ആണ് അല്ലേ? 3ാമത്തെ പദമാണ് x3 കാണാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്? 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 9 കിട്ടി. ഇനി മിഡിൽ ടേം 9 ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി x2 കാണണം, x1 കാണണം. അപ്പോൾ നമ്മൾ മിഡിൽ ടേം എത്രയാണ്? 9 അല്ലേ? ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് x1 x2 ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യും. പിന്നെ x4 x5 ആണ് കാണാൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ഇനി അടുത്ത് ഫ്രണ്ടിലോട്ട് നമുക്ക് കാണാം. 9ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5. 5 വീണ്ടും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ 1. തിരിച്ചിങ്ങോട്ട് 9നോട് 4 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13. അതിനോട് 4 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 17. ആഡ് ചെയ്ത് നോക്കുമ്പോൾ 45 കിട്ടണം കേട്ടോ. 5 × 6 15, 15ഉം 13ഉം 28, 28ഉം 17ഉം എത്രയാണ്? 45. കറക്റ്റാണ് ആൻസർ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. അടുത്ത് വീണ്ടും ഇത് നമ്മൾ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. അടുത്തൊരു പരീക്ഷണം. നമ്മളിപ്പോൾ ഒരു 4 നോക്കി കോമൺ ഡിഫറൻസ്. നമുക്കിനി അടുത്തൊരു 3 നോക്കാം. 9ൽ നിന്ന് 3 കുറച്ചു അപ്പോൾ അത്ര 6. 6ൽ നിന്ന് 3 കുറച്ചു അപ്പോൾ അത്ര 3. 9നോട് 3 കൂട്ടി അപ്പോൾ അത്ര 12. 12നോട് 3 കൂട്ടി എത്ര? 15. മനസ്സിലായല്ലോ? കൂട്ടുമ്പോൾ എല്ലാം കൂടെ 45 കിട്ടുമോ നോക്കണം, അല്ലെങ്കിൽ പൊട്ട തെറ്റാണെന്ന് മനസ്സിലാക്കുക. 6 3 9, 9 9 18, 18 12 30, 30 15 എത്ര? 45. കറക്റ്റാണ്. ഇനി അടുത്ത് വീണ്ടും നമ്മൾ മിഡിൽ ടേം 9 എടുത്തു അല്ലേ? നമുക്കിനി 2 വിധം നമുക്ക് പരീക്ഷിക്കാം. 9 2 കുറച്ചു 7, 7 2 കുറച്ചു അപ്പോൾ അത്ര 5. ശരിയല്ലേ? ഇനി അടുത്ത് 9നോട് 2 കൂട്ടി അപ്പോൾ അത്ര 11, 11നോട് 2 കൂട്ടി അപ്പോൾ അത്ര 13. ഓക്കെ, ശരിയാണ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. 5 12 അല്ല 5 7 12, 12 9 21, 21 11 എത്ര? 30. 5 7 12, 12 9 എത്രയാണ്? 12 9 21, 21 10 31 32, 32 13 45. കറക്റ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ അതും സംഭവം കഴിയിരിക്കും. നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
നോക്കാം. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 6. ഫസ്റ്റ് ടേം അല്ലേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ പദം എത്രയാണ്? 6. അപ്പോൾ നമുക്ക് എന്ത് പറയാം? a = 6 എഴുതി. ഇനി അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നു? ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 6 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് തോലഞ്ഞു. അപ്പോൾ സം ഓഫ് ദ ഫസ്റ്റ് 6 ടേംസ് എന്താണ്? ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണ് എത്ര? സമ്മാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 66. അപ്പോൾ 6 പദങ്ങളുടെ ആദ്യത്തെ 6 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത്. എന്താണ്? 66. മനസ്സിലല്ലോ? ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. യെസ് അല്ലേ? ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക? 6 പദങ്ങളുടെ തുകയാണ് എത്ര? 66. ഇതൊക്കെ അവിടെ നിന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ 6th ടേം? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 6ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 6ാമത്തെ പദം. അപ്പോൾ 6ാമത്തെ പദത്തിനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോസിഷൻ തരും. പെട്ടെന്ന് പറയൂ. 6ാമത്തെ പദം പറയൂ. 6ാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താണ്? 6th ടേം എന്ന് പറയും. A+ 7D ആണോ 8D ആണോ 9D ആണോ 10D ആണോ? 6th ടേം പറയൂ, പെട്ടെന്ന് പറയും. എത്രയാണ്? A+ 6ാമത്തെ പദം അല്ലേ? 6th ടേം A+ 5 ആണോ? അല്ല, പിന്നെ എത്രയാണ്? 6ാമത്തെ പദം 5D. A+ 5D അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് 6ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ 6th ടേം? അപ്പോൾ നമുക്ക് A+ 5D ആണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാക്കുക, പഠിച്ചു വയ്ക്കണം കേട്ടോ, ഓർത്ത് വയ്ക്കുക. A+ 5D ആണ്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് D ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാം സിമ്പിളാണ്. ഓക്കെ, നമുക്കിവിടെ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? n/2 ഇൻറ്റു t1 പ്ലസ് എന്താണ് t? സോറി, ഇതൊക്കെ പണ്ട് പഠിപ്പിച്ചതാണ് കേട്ടോ. എസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് എന്താണ് xn. കൂടെ അവരെന്ത് ചെയ്യും? ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് മാറണം കേട്ടോ. ഫസ്റ്റൊക്കെ ആദ്യമൊക്കെ പഠിപ്പിക്കേണ്ടത് എങ്ങനെയായിരുന്നു? t1 t2. ഇപ്പോഴും നല്ല എല്ലാ സ്കൂളുകളിലും മിക്ക സ്കൂളിലും അല്ലേ ടേംസിനെന്താണ് t എന്ന് അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചിലയിടത്തൊക്കെ നിർബന്ധമായിട്ടും എന്താണ് x1 xn. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെ പഠിച്ചാൽ മതി. ഇവിടെ നോക്കുക. ഇനി അടുത്ത വേറൊരു ഫോർമുലയുണ്ട്. n/2 ഇൻറ്റു എന്താണ് 2a + n-1 ഇൻറ്റു d. ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലുള്ള ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മുങ്ങിത്തപ്പി ഇങ്ങനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇതിൽ കയറി പിടിക്കരുത്. ഏതിൽ പിടിക്കുക? ഈ ഫോർമുല വളരെ ഈസിയായിട്ട് നമുക്ക് അതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ എസ് തന്നിട്ടുണ്ട്. സം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 66 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെ എടുത്ത് നമ്മൾ തിരിച്ചിടും. മനസ്സിലായല്ലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ 6th ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 6th ടേം ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ആരൊക്കെ വേണം? D ഒക്കെ വേണം, Dയും വേണം, Aയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് 6ാമത്തെ പദം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ പറയുന്ന ചേട്ടനെ എടുത്ത് നമുക്ക് തിരിച്ചിടും അല്ലേ? അപ്പോൾ n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d = 66. മനസ്സിലായല്ലോ? ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ്? 6 പദങ്ങളുടെ തുകയാണ്. 6/2 ഇൻറ്റു 2 ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്.2 ഇൻറ്റു a എത്ര? 6 പ്ലസ് നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്. എന്താണ്? n എത്ര? 6 -1. ഇനി അടുത്ത് d നമ്മൾ നോക്കുന്നു. ഇവിടെ ഒന്നും കാണാനില്ല, അതുകൊണ്ട് നമ്മളത് ചെയ്തു d തന്നെ ഇട്ടു. = 66. കാണാത്തവരെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഇടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കാം. ഇനി അടുത്ത് ചെയ്യേണ്ടത് 6/2 എഴുതി. 2 × 6 എന്താണ്? 12 പ്ലസ് 6 - 1 എന്താണ്? 5. 5 × d എന്താണ്? 5d = എത്ര? 66. മനസ്സിലായി? സിമ്പിളാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എങ്ങോട്ട് പോകാം? ഞാനിവിടെ ബാക്കിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്, ഇവനെ പിടിച്ച് നമുക്ക് താഴോട്ട് വയ്ക്കാം കേട്ടോ, ബ്രാക്കറ്റിനകത്തുള്ളവരെ. അപ്പോൾ 12 പ്ലസ് 5d = 66 ഇൻറ്റു എന്തിനാണ് അവിടെ ഇൻറ്റു ഇട്ടത്? ഇവിടെ ഒരു ബാച്ച് കിടപ്പുണ്ട്. ആരാണ്? 6/2. ഇവരെ അപ്പുറത്തോട്ട് തള്ളാം അല്ലേ? അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ റെസിപ്രോക്കലാണ് 6/2. അവിടെ പോകുമ്പോൾ എന്താവും? 2/6. ഇവിടെ വെച്ച് വെട്ടാമായിരുന്നു, ഞാൻ വെട്ടാത്തതാണ്. കാരണം 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. നിങ്ങൾക്ക് ഇവിടെ വെട്ടി ചെയ്യാൻ ഇതാണ് എളുപ്പം. ഇനി ഇവരൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ വെട്ടി എത്ര കിട്ടി? അപ്പോൾ അത്ര 11 അല്ലേ? 66ൽ 6 എത്ര? 11 ടൈംസ്. അപ്പോൾ 12 + 5d = 11 × 2 എത്രയാണ്? 22.
കണ്ടല്ലോ, കണ്ട ഇവിടെ നമുക്ക് കാണേണ്ട ഒരുത്തനുണ്ട്. ആരാണവൻ? ഡി ഇതിനകത്ത് കിടപ്പുണ്ട് അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവരെ നമുക്ക് താഴോട്ട് ഇറക്കാം. ഇവർ ഗ്രൂപ്പായിട്ട് അല്ലേ. 5D താഴെ വലിച്ചിറക്കി. അപ്പോൾ 22. ഇനി ഈ +2നെ നമുക്ക് എന്ത് ചെയ്യുക? ഈക്വൽസിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? സൈൻ മാറും അല്ലേ. പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോഴേ +12 അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറി? -12. ഇനി 5D = 22 - 12 എത്രയാണ്? 10 അല്ലേ. ഗ്രേറ്റസ്റ്റ് ഏതാണ്? പ്ലസ്. അപ്പോൾ എത്ര ഇൻറ്റു ഡി ആണ്? 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്? എത്ര ഉണ്ട്? 2 കൊണ്ട് അല്ലേ. ആ 2 എങ്ങനെ കിട്ടുന്നത്? 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ടേം എത്രയാണ്? 12 അല്ലേ. അല്ല 12 അല്ലല്ലോ. A = എന്താണ്? 6 അല്ലേ. ഓക്കെ, കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? 6. നമുക്ക് കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 2 കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇനി നമുക്ക് ചെയ്തു കൊടുക്കാം. എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ 6th ടേം? എന്താണ്? എ. വാട്ട് ഈസ് ദ 6th ടേം അല്ലേ. അപ്പോൾ എന്താ പറയേണ്ടത്? x6 = എന്താ പറയേണ്ടത്? a + 5d = a. എത്ര? 6 + 5d എന്താണ്? 5 × d. കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര കിട്ടി? 2d. അപ്പോൾ 6 + 5 × 2 എത്ര? 10 എത്രയാണ്? 16. അതാണ് ആൻസർ. മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ 6th ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആറാമത്തെ പദം എത്രയാണ്? 16 അല്ലേ. അതെ, ആറാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നു. ആറാമത്തെ പദം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? a+ എന്താണ് പറയേണ്ടത്? 5d. a+ എന്താണ്? ആറാമത്തെ പദത്താണ് a + 5d. ഇനി അടുത്ത കോമൺ ഡിഫറൻസ് നമ്മൾ നേരത്തെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കോമൺ ഡിഫറൻസ് എന്താണ്? 2 അല്ലേ. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് അല്ലേ. ബിയുടെ ആൻസർ. ഇത് എയുടെ ആൻസർ, ബിയുടെ ആൻസർ അല്ലേ. കോമൺ ഡിഫറൻസ് എന്താണ്? d = എത്ര? 2. മനസ്സിലായല്ലോ. അതിൻ്റെ കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളോട് വീണ്ടും ഒരു റിക്വസ്റ്റാണ്. പബ്ലിക് എക്സാം വരികയാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ സീരിയസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞോടെ തന്നെ അടുത്ത ചാപ്റ്റർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3, 4 അങ്ങനെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ കുട്ടികളോടൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്യണം. മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് പറയുക. ഇങ്ങനെ ഒരു സാറ് ക്ലാസ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോടൊക്കെ നിങ്ങളുടെ ഈ വിവരം നിങ്ങളിതിൽ ഷെയർ ചെയ്യണം. ഓക്കെ, നിങ്ങളങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കാണാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നു. അതുവരെ ഓക്കെ.